മുംബൈ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള മഹായുതി അധികാരത്തിലേക്ക്. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ തദ്ദേശ സ്ഥാപനത്തിന്മേലുള്ള 28 വർഷത്തെ താക്കറെ കുടുംബത്തിന്റെ മേൽക്കോയ്മ അവസാനിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഷിൻഡെ സഖ്യം ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ആദ്യം ശ്രീ യുവരാജ് ഗോകുലിലേക്ക്. ശ്രീ യുവരാജ് ഗോകുൽ, ജനവിധിയെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന ഒരു ജനവിധിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ജനം ടി വി മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റൊരു ചാനലുകളും തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുന്ന മുംബൈയിൽ നടന്നിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ഒരു ചാനലുകളും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനം ടി വി വിഷയം ഏറ്റെടുത്തതിനകത്ത്, ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിനകത്ത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആദ്യമേ അതുകൊണ്ട് തന്നെ ജനം ടി വി അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നോക്കൂ, മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. മുംബൈ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. ആ മുംബൈ കോർപ്പറേഷൻ ഏതാണ്ട് 3 പതിറ്റാണ്ടുകളായിട്ട് ശിവസേന താക്കറെ കുടുംബത്തിൻ്റെ കയ്യിൽ മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് അതിനൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് മഹാരാഷ്ട്ര ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുകയാണ്, NDA ഭരിക്കുകയാണ്. ആ ഭരണം കണ്ടിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കണ്ടിട്ടുള്ള മാറ്റം, ആ മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും വന്നിരിക്കുന്നത്. മുംബൈയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ ആകമാനം നടന്നിരിക്കുന്ന 29 കോർപ്പറേഷനുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ആ 29-ൽ 26 ഇടത്തും BJP തന്നെയാണ് ലീഡ്, അല്ലെങ്കിൽ NDA തന്നെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരർത്ഥത്തിൽ കൂടി ഈ വിജയത്തിനെ നമ്മൾ നോക്കിക്കാണേണ്ടതുകൊണ്ട് അതൊരു സദ്ഭരണത്തിൻ്റെ വിജയം എന്നുള്ളത് മാത്രമല്ല, ഉപദേശീയത എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിനെ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് ദേശീയതയെ തുരങ്കം വയ്ക്കുവാനും, ഭാരതത്തിൽ എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി തന്നെയാണ് വിഘടനവാദം നടത്തുവാൻ ശ്രമിക്കുന്നവർക്കുമുള്ള മുഖമടച്ചിട്ടുള്ളൊരു മറുപടി കൂടിയാണിത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഇങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ ഉണ്ട്. തലയെടുപ്പും തലപ്പൊക്കവും ഒക്കെ ഉള്ള നേതാക്കളുണ്ട്. ഏതൊരു സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നേതാക്കൾ പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുമുണ്ട്. തമിഴ്നാട്ടിൽ ജനിച്ചു പോയ ഒരാൾ എന്നുള്ളത് കൊണ്ട് മാത്രം അണ്ണാമലയെ പോലുള്ള ഒരാൾ മഹാരാഷ്ട്രയിൽ ക്യാമ്പയിനിങ്ങിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇവിടത്തേക്ക് വരേണ്ടുന്ന ആളല്ല എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ നടത്തുന്ന, അത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ എല്ലാം നടത്തിയവർക്കുള്ള തീർച്ചയായിട്ടുമുള്ള ഒരു മറുപടി തന്നെയാണ്. അണ്ണാമലൈ പറഞ്ഞതുപോലെ തന്നെ മുംബൈ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര നഗരമാണ്. ആ അന്താരാഷ്ട്ര നഗരം മഹാരാഷ്ട്രയിലിരിക്കുന്നു, ഭാരതത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. മുംബൈയും മഹാരാഷ്ട്രയും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഛത്രപതി ശിവജിയുടെ നാടാണ്. തീർച്ചയായിട്ടും ആ നാടിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ്. ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണും നമ്മുടേത്, എല്ലാവരുടേതുമാണ്. അപ്പോൾ ഉപദേശീയത പോലെയുള്ള വിഘടനവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നവർക്ക് ഇനി അത് ഏതാണ്ട് അവശേഷിച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ്. ഇത്രയും കാലം അത് കേരളത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചില നമ്പർ 1 ക്യാമ്പയിനുകളൊക്കെ നടത്തി കേരളത്തിലും അത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്യാമ്പയിനുകൾക്കുമുള്ള ഒരു മറുപടി തന്നെയാണ് മഹാരാഷ്ട്രയിലെ വിജയം. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, മഹായുതി സഖ്യമാണ് വിജയിച്ചത്. കോൺഗ്രസിൻ്റെ സഖ്യത്തിന് വോട്ട് കിട്ടിയില്ല. കോൺഗ്രസിൻ്റെ സഖ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ധവ് താക്കറെയുടെ വിഭാഗം ഇന്ന് രാജ് താക്കറെയുടെ വിഭാഗവും അതുപോലെ തന്നെ മറ്റ് ചെറിയ കക്ഷികളും ചേർന്ന് അവർ വേറെ തന്നെ, അത് UBT എന്ന് പറഞ്ഞുകൊണ്ട് അവർ മത്സരിക്കുകയാണ്. അപ്പോൾ ആ മത്സരിക്കുമ്പോൾ അവർക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്. കോൺഗ്രസിന് 3ാം സ്ഥാനമേ ലഭിച്ചിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ പ്രബല സഖ്യകക്ഷിയായിരുന്ന ബൽ താക്കറെ വിഭാഗം, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ വിഭാഗം, അവർ വേറെ മത്സരിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞങ്ങളും UBTയും നമ്മുടെ കോൺഗ്രസ് NCP സഖ്യം കൂടി ഒന്നിച്ചാണ് മത്സരിച്ചതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാളും, അല്ലെങ്കിൽ BJP, പിന്നെ നമ്മുടെ BJPയുടെയും ഷിൻഡെ സഖ്യത്തിനും കൂടി കിട്ടിയ മൊത്തം വോട്ടിനേക്കാളും സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. മഹാവികാസ് അഘാഡി എന്നുള്ളത് ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം മഹായുതിയെ മറികടക്കുമായിരുന്നു എന്നുള്ള വാദഗതിയും കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതിനെയും എങ്ങനെയാണ് കാണുന്നത്? അല്ല, 2 പോയിന്റ്. ഒന്ന്, ശ്രീ നിയാസ് പറഞ്ഞു എന്തോ NDA അല്ല ശിവസേനയെ ഞങ്ങൾ സാമം ദാനം ഭേദം ദണ്ഡം ഇതൊക്കെ ഉപയോഗിച്ച് വിഭജിച്ച് ഞങ്ങളെന്തോ ചെയ്തു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നിയാസിന് ഓർമ്മ ഇല്ലാത്തതാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്നറിയില്ല. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തത് NDAക്കാണ്, അല്ലാണ്ട് കോൺഗ്രസ് മുന്നണിക്കായിരുന്നില്ല. വളരെ ഡിസിസീവായിട്ടുള്ളൊരു മാൻഡേറ്റ് ആയിരുന്നു NDAക്ക് തന്നിരുന്നത്. 105 സീറ്റുകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് പകുതി മാത്രമാണ്, അതിൻ്റെ പകുതി മാത്രമാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. അതായത് പ്രിഡോമിനൻ്റ്ലി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് BJPക്കാണ്. BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാനായിരുന്നു, BJPയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറയുന്നത് സോണിയ കുടുംബത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ അവരുടെ ഒരു കുടുംബത്തിലേക്ക് മാത്രമായി ചുരുക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ തരത്തിലെ ജനവിധി അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തപ്പോൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന സാമവും ദാനവും ഭേദവും ദണ്ഡവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ആ അധികാരത്തിൻ്റെ പങ്ക് പറ്റാനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ UPA ശ്രമിച്ചത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഈ തരത്തിൽ ജനവിധികളെ അട്ടിമറിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി എന്നുള്ള നിലയിൽ 3 വർഷം കഴിയുന്ന സമയത്ത് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, ബാൽ താക്കറെ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ എതിർത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു തരത്തിലും അവരുമായി യാതൊരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാക്കില്ല എന്ന് ശപഥമെടുത്തിരുന്ന ഒരാളായിരുന്നു ബാൽ താക്കറെ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ ആ ബാൽ താക്കറെയുടെ ഓർമ്മകളെ പോലും നാണിപ്പിക്കുന്ന തലത്തിലേക്ക് ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കൊണ്ടുപോയപ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ബഹുഭൂരിപക്ഷം MLA-മാരും അവിടെ നിന്ന് മാറി അവരാണ് യഥാർത്ഥ ശിവസേന എന്ന് അവർ ഞങ്ങളാരെയും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചേർത്തിട്ട് രാഷ്ട്രീയമൊന്നും നടത്തിയിട്ടില്ല. അവർ പറയുന്നുണ്ടായിരുന്നു ബാൽ താക്കറെയുടെ യഥാർത്ഥ അസ്മിത പുലർത്തുന്ന ശിവസേന എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഇവരല്ല. ബാൽ താക്കറെ ആരെയാണോ എതിർത്തത് അവർക്കൊപ്പം ചേർന്നുകൊണ്ടാണ് നിലവിലെ ശിവസേന പൊക്കോണ്ടിരിക്കുന്നത്, നിലവിലെ ഉദ്ധവ് താക്കറെ കുടുംബം പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് പോകാൻ തയ്യാറായപ്പോഴാണ് മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തത് ആ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊന്നും കോൺഗ്രസിൻ്റെ പച്ചവെള്ളം മാത്രം ചവച്ചു കുടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അങ്ങ് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, മഹാവികാസ് അഘാടി ഒന്നിച്ചു നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ എന്തോ അത്ഭുതങ്ങൾ കാണിച്ചേനെ എന്നുള്ളതാണ്. ഇനി അവരെ ഒന്നിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ബാധ്യതയും കൂടി BJPക്കാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് തോറ്റ് കഴിയുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു, കോൺഗ്രസ് മത്സരിച്ചാണ് തോറ്റത്, കോൺഗ്രസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് ബോധിപ്പിക്കേണ്ട ബാധ്യത കൂടി ഇപ്പോൾ നിലവിൽ BJPക്കാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക പഠിക്കില്ല, തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇന്ന ഏജന്റുമാർ മര്യാദയ്ക്ക് അതിനകത്തിരിക്കില്ല, ഔട്ട് ഏജന്റുമാർക്ക് പണിയറിയില്ല, തെരഞ്ഞെടുപ്പിന് 45 ദിവസത്തിനകത്ത് പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അതറിയില്ല. ഇതൊന്നും ചെയ്യാതെ 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തോറ്റതല്ല, ഞങ്ങളെ തോൽപ്പിച്ചതാണ്, ഞങ്ങളെ ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ അങ്ങനെ ചെയ്തു, ഞങ്ങളെ പിച്ച് മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കുറെ ആൾക്കാർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അയ്യോ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, നിങ്ങളിതേ വോട്ടർ പട്ടിക പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാരെ വോട്ടർ പട്ടിക പഠിപ്പിക്കേണ്ടത്, അവരോട് ഇന്ന ഏജന്റുമാരെടുത്ത് ചലഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ ബാധ്യത കൂടി ഇപ്പം നിലവിൽ BJPക്കാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ, ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭംഗിയായി തോറ്റതിന് ശേഷം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. ഇനി 10 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ 45 ദിവസം ആവാൻ, ഇനി 5 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ 45 ദിവസം ആവാൻ, ഇനി 1 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ 45 ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക്. കാര്യം എന്താ, നിങ്ങൾക്ക് പരാതി വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാതിക്ക് പരിഹാരം കാണാൻ കഴിയും. 1 കൊല്ലം കഴിഞ്ഞിട്ട് വോട്ട് ചോരി, എൻ്റെ വോട്ടൊക്കെ ചോർന്നു എന്നും പറഞ്ഞിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് കാര്യമില്ല. ആ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ മഹാവികാസ് അഘാടി ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് നിൽക്കണമെന്നേ. ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ട് ഇങ്ങനെയൊന്നും തമ്മിലടിക്കാൻ പാടില്ല കേട്ടോ, നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തേണ്ട ബാധ്യതയും കൂടി ഞങ്ങൾക്കാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമാണ്, അവിടെ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സഖ്യകക്ഷികളുടെ കുഴപ്പമാണ്. ഇത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നണിയും അങ്ങനെ ആയി പോകുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ ദിവസം താഴേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടെ അടുക്കളയിലെ ഒരു കുശിനിക്കാരനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അത് ഇന്ത്യയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജനാധിപത്യത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് നെറികെട്ട പ്രവർത്തനങ്ങളും, ഏത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും പണക്കൊഴുപ്പുകൾ കൊണ്ടും അതുപോലെ വിലക്ക് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയുവാൻ ഒരു അവകാശവുമില്ല എന്ന് യുവരാജനെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ വിജയം അടിസ്ഥാനപരമായി വികസന രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്, ഐക്യത്തിൻ്റെ രാഷ്ട്രീയമായ ഐക്യം, അതായത് ഒരു മുന്നണി എന്നുള്ള തരത്തിലുള്ള കെട്ടുറപ്പിൻ്റെ വിജയമാണ്. അതിനെ ആശയപരമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ഏറ്റവും വലിയ വിജയമാണ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 27 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. BJP അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയം തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ മുഖമുദ്ര എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി, അതായത് ജനങ്ങൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാകുകയാണ്. ഞാൻ അതിലേക്ക് വരാം. മുമ്പ് ശ്രീ നിയാസ് ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്, BJPയുടെ ജനാധിപത്യ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് അതിനോട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടതുണ്ട്, രാഷ്ട്രീയം ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമാണ്. ഒന്നാമത്തെ കാര്യം, ശ്രീ ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി, തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശിവസേനയുമായിട്ടുണ്ടാക്കിയിരുന്ന ഡീൽ എന്ന് പറയുന്നത് ആർക്കാണോ കൂടുതൽ സീറ്റ് 2019 ലഭിക്കുന്നത് അവർക്ക് മുഖ്യമന്ത്രി പദമെന്നാണ്. BJPക്ക് 105 സീറ്റും ശിവസേനയ്ക്ക് ലഭിച്ചത് വെറും 56 സീറ്റുകൾ, അതായത് പകുതി മാത്രമാണ് ശിവസേനയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് BJPയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ തന്നെ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തതയുണ്ട്. ഇനി BJP അങ്ങനെ ചിന്തിക്കുന്ന പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് വെറുതെ ഒന്ന് ബീഹാറിലേക്ക് മാത്രം നോക്കിയാൽ മതി. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് BJPയാണ്, 89 സീറ്റുകളുണ്ട്. അവിടെ JDU BJPയെക്കാളും പുറകെ നിൽക്കുന്നതാണ്. ഇത്തവണ പിന്നെയും കുറച്ചുകൂടെ അടുത്തെന്ന്
എന്ന് പറയാം. കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസം BJP യും JDU തമ്മിലുണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും അത് 2003, 2004 ആ കാലഘട്ടം മുതൽ തുടർന്ന് വരുന്ന ഒരു പാറ്റേൺ ആണ്. BJP യും JDU ബീഹാറിൽ മത്സരിക്കുമ്പോൾ JDU ഒരു സീറ്റ് വളരെ കുറവും BJPക്ക് കൂടുതലും ഉണ്ടാകും. എന്നിട്ട് മുഖ്യമന്ത്രി പദം തീർച്ചയായിട്ടും JDU-ന് നിതീഷ് കുമാറിന് തന്നെയാണ് നൽകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുക്കുക എന്ന് പറയുന്ന ഒരു ഇതൊന്നുമില്ല. 2022 പോലും ഏക്നാഥ് ഷിൻഡെ വരുന്ന സമയത്ത് ഏക്നാഥ് ഷിൻഡെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് മുഖ്യമന്ത്രി പദം തരുമെന്ന്, പകരം ഉപമുഖ്യമന്ത്രി ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ BJP മുഖ്യമന്ത്രി പദം തന്നെ അദ്ദേഹത്തിന് നൽകുന്ന സാഹചര്യമാണ്. BJP അങ്ങനെയൊന്നും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഇരുമ്പുലക്ക രാഷ്ട്രീയമൊന്നും BJP പിന്തുടരാറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞു ഗോവയിൽ ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞു. അങ്ങ് രാഷ്ട്രീയം മറന്നു പോകുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. ഗോവയിൽ ശരിയാണ്, കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ മുന്നണി സംവിധാനത്തിനകത്ത് BJPക്ക് അകത്ത് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ MLA-മാരും എഴുതി ഒപ്പിട്ട് ഞങ്ങൾ ഇന്ന ആളെ ഇല്ല, അങ്ങനെ തെറ്റുപറ്റി. പറയൂ എന്താണ് തെറ്റുപറ്റി വ്യക്തമായിട്ട് അങ്ങേ ഓർമ്മിപ്പിക്കാം. അങ്ങ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം ഞാൻ അതിലേക്ക് വരാം. എനിക്കറിയാലോ. ഞാൻ പറയട്ടെ അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഒറ്റ കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് ആ സഖ്യം ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ 3 രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ചിരിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാമെന്ന് തീരുമാനം എടുക്കുകയും അത് ഗവർണറെ അറിയിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് എല്ലാ MLA-മാരും എഴുതി ഒപ്പിട്ട് ഗവർണറുടെ ടേബിളിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവർണർ ആഫ്റ്റർ ഇലക്ഷൻ അല്ലാന്ന് ഞാൻ പറഞ്ഞോ. ആഫ്റ്റർ ഇലക്ഷൻ ആയിക്കൊണ്ട് കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ബിഫോർ ഇലക്ഷൻ ഉള്ള സഖ്യം മാത്രമേ ബിഫോർ ഇലക്ഷൻ ഒരു മുന്നണിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത താങ്കൾ സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുക്കാത്ത അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാത്ത തീരുമാനമുണ്ട്. അങ്ങ് സംസാരിച്ചപ്പോ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. അങ്ങ് സംസാരിച്ചപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ട ആളല്ലേ. താങ്കൾക്ക് എന്തെങ്കിലും താങ്കൾ ദയവ് ചെയ്ത് 2 മിനിറ്റ് മിണ്ടായിരിക്കുക. താങ്കൾ സംസാരിച്ച മുഴുവൻ സമയവും മിണ്ടാതിരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. എന്നെ പറയാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ആഫ്റ്റർ ഇലക്ഷൻ തന്നെയാണ് അത് സംഭവിച്ചത്. ആഫ്റ്റർ ഇലക്ഷൻ അങ്ങനെ പാടില്ല എന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ അങ്ങനെ എവിടെയെങ്കിലും നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥകളുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കായിരുന്നു. അല്ലാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്നിട്ട് കരയുക എന്നുള്ളതല്ല അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള രീതിക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം വരുന്ന MLA-മാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് രാജ്ഭവനിൽ നൽകി. ഗവർണർ അത് അക്സെപ്റ്റ് ചെയ്തു. അന്ന് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷവും ഉൾപ്പെടെ നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ അങ്ങേയറ്റം വിമർശിച്ചതാണ്. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വരെ വിമർശിച്ചിട്ടുണ്ടെന്നേ. ഞാൻ പെട്ടെന്ന് പേരോർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു കാരണം? ഗോവ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. മറ്റ് പാർട്ടികളെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചർച്ച നടത്താനുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കം പോലും കോൺഗ്രസ് നടത്തിയില്ല. പകരം BJP കൃത്യമായിട്ട് എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തി ഭൂരിപക്ഷമുണ്ട് എന്നുള്ള കാര്യം തെളിഞ്ഞു. അത് രാജ്ഭവനിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീറ്റ് ആൾക്കാർ പട്ടായയിലും ബാങ്കോക്കിലും ഒക്കെ ടൂർ പോയ ആൾക്കാർ തിരിച്ചു വന്നതിന് ശേഷം മാത്രം ഉറക്കം എണീറ്റിട്ട് രാജ്ഭവനിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ലെന്നേ. അതിനിപ്പോൾ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. ഇനി അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2011 ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു കേരളത്തിൽ? CPM അല്ലായിരുന്നു. 45 MLA-മാരുണ്ടായിരുന്നു. കോൺഗ്രസിന് എത്ര ഉണ്ടായിരുന്നു? 35. ശരിയാണ്, പ്രീ പോൾ അലയൻസ് ആയിരുന്നു. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ തന്നെ വിളിക്കണം എന്ന് പറയുന്നത് ഒരു നിയമമാക്കിയൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. രാജ്ഭവനകത്ത് കൃത്യമായിട്ട് ഗവർണറുടെ ടേബിളിൽ ആർക്കാണോ പകുതിയിലധികം MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കുവാൻ സാധിക്കുന്നത് അവർക്കാണ്. ഗവർണറുടെ വിവേചനാധികാരമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിക്കണോ അതോ കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന ആളെ വിളിക്കണോ എന്നുള്ളത് ഗവർണറുടെ വിവേചനാധികാരമാണ്. അദ്ദേഹത്തിന് ആ വിവേചനാധികാരം ഉപയോഗിക്കാം. അദ്ദേഹം പകരം നിങ്ങൾക്ക് പകുതിയിലധികം MLA-മാരുടെ പിന്തുണയുണ്ട്, ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ വിളിക്കാൻ സാധിക്കില്ല, പകരം ഞാൻ അപ്പുറത്ത് മാത്രമേ വിളിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗവർണറെ നിർബന്ധിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അത് ഗവർണറുടെ ഇഷ്ടമാണ്. ഗവർണർക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഗവർണർ നോക്കി
പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഗവർണർ സ്വാഭാവികമായിട്ട് അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനെ എടുത്തിട്ട് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതുപോലെ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും നടന്നിരിക്കുന്നത്. ശരിയായിരിക്കും, ചിലപ്പോൾ BJPക്ക് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചിട്ടുണ്ടായി എന്ന് വരില്ല. പക്ഷേ BJPക്ക് മറ്റ് കക്ഷികളോട് സംസാരിക്കുവാനും അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുവാനും ഒരു അധികാരത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രോസസ് അല്ലേ? ഞങ്ങൾ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്